കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ സ്നാക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഗുലാബ് ജാമൊക്കെ വാങ്ങി കഴിക്കാറില്ലേ? അതേ മിക്സ് അല്ല, എന്നാലും അതേ രുചി കിട്ടും കേട്ടോ. പഞ്ചസാര ലായനിയിൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സൂപ്പർ ടേസ്റ്റി സ്നാക്കാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ. ഈ റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കിയെടുക്കും. എന്നിട്ട് പഞ്ചസാര ലൈനിലൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്ര ഹെൽത്തി ഉള്ള ഒരു സ്വീറ്റ് അല്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി വെക്കണം കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്ത് വെക്കാം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗത്തെ ഈ കരിഞ്ഞ ഭാഗങ്ങളെല്ലാം മാറ്റി വെക്കണം കേട്ടോ. അത് ചേർന്ന് നമുക്കിങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല. കുറച്ച് തിക്കായിട്ടുള്ളതല്ലേ, ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്കിതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. കളയേണ്ട ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ കവർ ചെയ്യാനായിട്ടൊക്കെ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാറുണ്ട്. അതിനു വേണ്ടി എടുത്തു വയ്ക്കാം. ആവശ്യത്തിനുള്ള ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചൊരു ബോൾസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാലാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് പാലൊഴിച്ച് നോക്കിയിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. വെള്ളം കൂടി പോകാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ബോൾസുകളാക്കി എടുക്കണം. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പശുവിൻ പാൽ തന്നെയാണ് എടുത്തത്. തിളപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ. പച്ചപ്പാൽ തന്നെ ഒഴിക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടി സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അധികം സമയമൊന്നും എടുക്കണ്ട. പക്ഷെ നമ്മൾ പാലൊഴിക്കുന്നത് കൂടാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ഇത് സോഫ്റ്റാക്കി എടുത്തു വെച്ചു. ഇനി നമുക്കിതിന്ന് ഓരോ കുഞ്ഞു ബോൾസുകളാണ് ആക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് അല്പാൽപ്പായിട്ട് മാവ് എടുത്ത് അങ്ങനെ കയ്യിലിട്ടാൽ ഉടനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒരല്പം എണ്ണ കയ്യിൽ തടവിയിട്ട് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതേപോലെ ഒരു ക്രാക്കൊന്നും വീഴാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ടുള്ള ബോൾസുകളാക്കി വെക്കണം. വിള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോവും. എണ്ണയൊക്കെ കുടിച്ച് പൊട്ടിപ്പോയാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്നാക്കാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ബോൾസുകളെല്ലാം ആക്കിയെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. നല്ല പുകയുന്ന ചൂടൊന്നും വേണ്ട കേട്ടോ. ഇത് നൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാം. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണയിൽ നിന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ഒന്ന് തണിയട്ടെ. ഓയിൽ നന്നായി ഡ്രെയിൻ ചെയ്തിട്ട് വേണം ബൗളിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ. ഇനി നമുക്കൊരു പഞ്ചസാര ലായനി തയ്യാറാക്കാനായി മറ്റൊരു കടായിൽ അല്പം വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ച്, നൂൽപ്പരുവൊന്നും ആവണ്ട, അത്യാവശ്യം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് നന്നായി തണിഞ്ഞതിന് ശേഷം ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബോൾസിലേക്ക് ഈ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കണം. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്ത് ഒരല്പസമയം കഴിഞ്ഞ് ഈ ബോൾസിലേക്ക് മധുരമെല്ലാം നന്നായി പിടിച്ച് അങ്ങ് സോഫ്റ്റ് ആവട്ടെ. കുറച്ച് സമയം കഴിഞ്ഞ് അങ്ങനെ നമ്മളെടുത്ത് കഴിച്ച് നോക്കൂ. സൂപ്പറാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ട് ഈ മധുരമെല്ലാം കുടിച്ചിട്ട് കേട്ടോ. കണ്ടില്ലേ,